നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഈ ഒരു റിലേഷൻ അവർ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ്, അവരുടെ ലൈഫിൽ വേണം എന്നുള്ള രീതിയിൽ റിലേഷനെ അവർ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. 5 ഓഫ് വാൺസ് എനർജിയാണ്. നിങ്ങൾ തമ്മിലിപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സംസാരം ഉണ്ടായി, വഴക്കുണ്ടായി, പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു സംസാരത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞതിൻ്റെ ആ ഒരു വേദന അവരുടെ മനസ്സിലുള്ളതായിട്ടാണ്, അതിൻ്റെ ഒരു പെയിനിലാണ് അവർ നിൽക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട്, അതിൻ്റെ ഒരു വേദന അവർക്ക് നന്നായിട്ട് അവരുടെ മനസ്സിന് അത്രയും ഒരു സ്ട്രെസ്ഫുൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ എംപ്രസ് എനർജിയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന ലെവലിലോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരവരുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ലൈഫ് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതായത് നിങ്ങൾ അവരുടെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നിങ്ങളെ അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. 3 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഇപ്പം നിങ്ങൾ തമ്മിലൊരു വഴക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു തേർഡ് പേഴ്സണെ കുറിച്ചിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്കുണ്ടെങ്കിൽ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർ ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ഇൻവോൾവ്ഡ് ആയതിനെ കുറിച്ചുള്ള സംസാരം നടന്നിട്ട് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അതായത് ഒരു തേർഡ് പേഴ്സണ് നിങ്ങളുടെ പേഴ്സൺ വാല്യൂ കൊടുക്കുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു വാല്യൂ തരുന്നില്ല, തേർഡ് പേഴ്സൺ ആണ് വാല്യൂ കൊടുക്കുന്നത്, അവർ പറയുന്നതാണ് കേൾക്കുന്നത് എന്നുള്ളൊരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു വാക്കുതർക്കവും സംസാരവും വിഷയങ്ങളൊക്കെ വന്നത് എന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഒരു വഴക്കിട്ടിട്ട് അതിൻ്റെ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്ന എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അവര് ഇപ്പം സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഒരു എനർജി അല്ല കേട്ടോ, ദേഷ്യത്തിൽ നിൽക്കുന്ന എനർജിയാണ്. അവര് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു ചിന്തയിലാണ്. അവർ പറയുന്നത് ശരിയാണ്, അവരാണ് ശരി എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള വഴക്കിന്റെ ഒരു ദേഷ്യം മാറാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അവർക്ക് അത്രയും നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അവരുടെ സ്നേഹം ചില സമയത്ത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അവര് വിചാരിക്കുന്നത് നിങ്ങൾ അവരുടെ ഒരു സ്നേഹം ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ തേർഡ് പേഴ്സണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു, ആ രീതിയിലൊക്കെ നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും അവർക്ക് നിങ്ങളോട് സ്നേഹം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ആ ഒരു സ്നേഹം നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളൊരു വിഷമം നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ട്രെസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. 8 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളാണെങ്കിൽ ഈ റിലേഷനിൽ ഇനിയും മുന്നോട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ഒരു തീരുമാനവും അതായത് നല്ലൊരു ഡിസിഷൻ ഇനി ഇവിടെ ഈ റിലേഷൻ ഉണ്ടാവില്ല എന്ന് കരുതി ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ അത്രയും നിങ്ങൾ എഫേർട്ട് ഇട്ടു, നിങ്ങളുടെ പരമാവധി കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇനി ഇവിടെ ഞാനൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ള രീതിയിൽ ഇനി എല്ലാം ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ആള് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. 4 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെയാണ്. രണ്ടുപേരും ഒരുപോലെ നിൽക്കുന്ന എനർജി ആട്ടോ. അവരും ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാം, ഇനി ഈ ഒരു വേദനയും പ്രശ്നങ്ങളും ഈ ടെൻഷനും ഒക്കെ മാറട്ടെ എന്നിട്ട് റിലേഷനിലോട്ട് വരാം എന്നുള്ള രീതിയിൽ അവരെ തന്നെ കൺട്രോൾ ചെയ്ത് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ സാവധാനം മാത്രമേ റിലേഷനിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം.
ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കും കേട്ടോ മാറി നിൽക്കുന്നുണ്ടാവുക. അപ്പം ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് കണക്റ്റഡ് ആവും കേട്ടോ. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു ഇഷ്യൂസ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടാതാവുന്നു, നിങ്ങളുടെ പേഴ്സൺ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനെ നിങ്ങളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മൂന്നാമതൊരാളോട് അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾ തേടുക, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരാളോടുകൂടി നിങ്ങൾ അതിൻ്റെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1989, 2001, രോഹിണി, ലെറ്റർ എഫ്, ലെറ്റർ ഡബ്ല്യു, 1987, ചോതി, ലെറ്റർ എം, പത്തനംതിട്ട, ആയില്യം, ഡിസംബർ, സെപ്റ്റംബർ, നവംബർ, മെയ്, തൃക്കേട്ട, ചിത്തിര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.